നമ്മൾ ബാൽക്കണിയിൽ വെച്ചിരുന്ന ചെടികളെല്ലാം നല്ല കാറ്റാണ്, കാറ്റടിച്ചിട്ട് എല്ലാം അങ്ങോട്ട് മുരടിച്ച് പോവാണ്. തുളസിയൊക്കെ നല്ല ഇലയായിട്ടൊക്കെ വന്നതായിരുന്നു, പക്ഷെ അതെല്ലാം കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ചിട്ട് അതെല്ലാം അങ്ങ് മുരടിച്ച് പോയി. ഇപ്പം നമ്മുടെ ചാക്കോച്ചൻ ഒരു പയർ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു 5-6 പയറിങ്ങനെ ഉണ്ടായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇനി അതിപ്പം മൂത്ത് നിൽക്കുവാണ്. അപ്പോൾ ഇപ്പം പറിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പയറിൻ്റെ കൂടെ വല്ലതും ഇട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചാക്കോച്ചനും കൂടെ അത് പറിക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങിയതാണ്. അത് ഞാൻ വന്ന് അതിലൊന്ന് തൊട്ടേ ചാക്കോച്ചൻ ഇഷ്ടപ്പെട്ടില്ല. ചാക്കോച്ചൻ തന്നെ ആദ്യം തൊടണമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇച്ചിരി പിണക്കത്തിലാണ്, എന്നാലും കാര്യമായിട്ട് പയറൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. മുറിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ, എൻ്റെ പയറാണെന്നൊന്ന് പറയുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ചാക്കോച്ചൻ പയർ മുറിച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല കാറ്റാണ്. കറ്റാർവാഴ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മുടെ പച്ചക്കറികളും ചെടികളും എല്ലാം കാറ്റടിച്ച് മുരടിച്ച് പോയി. ഇലയൊക്കെ കിലുങ്ങുവാണ്, അത്രയ്ക്ക് ഇതായിട്ട് പോയി. അപ്പം നമ്മൾ 5-6 പയറുള്ളത് പറിച്ചെടുക്കാം. നമ്മുടെ ചാക്കോച്ചൻ്റെ കൃഷിയാണിത്. ചാക്കോച്ചൻ രാജ്മ പയർ കൊണ്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് അതിലുണ്ടായ പയറാണിത്. അപ്പം ഇന്ന് ചാക്കോച്ചൻ്റെ കൃഷിയുടെ വിളവെടുപ്പായിരുന്നു, അല്ലേ ചാക്കു? ഇത് ചാക്കോച്ചൻ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഒരു 1 month ആയിക്കോണേ. ഇടയ്ക്കിടയ്ക്ക് ചാക്കോച്ചൻ ഇങ്ങനെ ചെറുപയറും വൻപയറും അങ്ങനെയൊക്കെ കുഴിച്ചിടും. അപ്പോൾ രാജ്മ പയർ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ ചാക്കോച്ചൻ അതെടുത്ത് കുഴിച്ചിട്ടതാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഇത് 2 എണ്ണം കൂടെ ഉണ്ട്. ഇത് വളരുമോ എന്നറിയത്തില്ല. വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ്, പക്ഷേ ഇതുകൂടെ എടുത്തോ മോനെ. ഇതേ ഒരെണ്ണം നിൽക്കുന്നത് അതുകൂടെ എടുത്തു. അത് സാരമില്ല, അതിനി ഇതാകത്തില്ല. ഇപ്പം ബാൽക്കണിയിൽ നല്ല കാറ്റുള്ളത് കൊണ്ട് ചെടികളെല്ലാം അങ്ങ് മുരടിച്ചു പോകുന്ന പോലാണ്. വെള്ളമെല്ലാം ഇഷ്ടംപോലെ നമ്മൾ ഒഴിക്കുന്നതാണ്, പക്ഷെ ചെടികളെല്ലാം മുരടിച്ചു പോവാണ്.